Hi dear students, welcome to Therapy by Harsha. Learn Psychology with Therapy by Harsha എന്ന സീരീസിലെ തേർഡ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെമ്മറി ആൻഡ് 3 മോഡൽസ് ഓഫ് മെമ്മറി ആണ്. ബാക്കി മോഡൽസ് ഓഫ് മെമ്മറി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ്, മെമ്മറി എന്താണ്? മെമ്മറി എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതിനകത്ത് മെയിൻലി നമ്മൾ 3 പ്രോസസ്സാണ് ഇൻക്ലൂഡഡ് ആവുന്നത്: എൻകോഡിങ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻ ഇൻ ദ ബ്രെയിൻ. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ നമ്മുടെ പഴയ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാറുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ മെമ്മറിയിൽ നിന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഡിസിഷൻ എടുത്താൽ എനിക്ക് പണ്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സോ അവിടെ ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്നുള്ളത്. അപ്പം നമ്മുടെ പല തോട്ട്സിനെയും നമ്മുടെ ബിഹേവിയറിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പവർ മെമ്മറിക്കുണ്ട്. അപ്പം ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ആൻഡ് റീകോൾ പാസ്റ്റ് എക്സ്പീരിയൻസ്, നോളജ്, സ്കിൽസ് ആൻഡ് പെർസെപ്ഷൻ. Memory allows us to retain and use information acquired through our senses and experiences, shaping our understanding of the world and influencing our thoughts, behavior and decision making. ഇനി നമുക്ക് മെമ്മറിയിൽ നമ്മൾ പറഞ്ഞ 3 പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് പറയാം. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ നമ്മളത് ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു സെൻസറി ഇൻഫർമേഷനെ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കോഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സെൻസറി ഇൻഫർമേഷൻ ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ബ്രെയിൻ. ദിസ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫോമിംഗ് ഇൻഫർമേഷൻ ഫ്രം അവർ സെൻസസ് സച്ച് ആസ് സൈറ്റ്, സൗണ്ട്, ടേസ്റ്റ്, ടച്ച് ആൻഡ് സ്മെൽ ഇൻ ടു എ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ആൻഡ് സ്റ്റോർഡ്. ഇൻഫർമേഷൻ നമുക്ക് മെയിൻലി 2 രീതിയിൽ എൻകോഡ് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ഓട്ടോമാറ്റിക് എൻകോഡിങ്ങും ഒന്ന് എഫേർട്ട്ഫുൾ എൻകോഡിങ്ങും. അതായത് ഓട്ടോമാറ്റിക് എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം എഫേർട്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു കാര്യത്തെ കാണുന്നു, അത് പെട്ടെന്ന് തന്നെ എൻകോഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം എഫേർട്ട്ഫുൾ എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കുറച്ചൊരു എഫേർട്സ് നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. മേ ബി അതിനെ ഒരു സെമാൻറ്റിക്കലി അതിന് എന്തൊക്കെ ആ ഇൻഫർമേഷൻ്റെ മീനിങ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പം അവിടെ ഒരു എഫേർട്ട് വേണ്ടി വരുന്നുണ്ട്. ആ എഫേർട്സ് എടുത്ത് ചെയ്യുന്ന എൻകോഡിങ്ങിനെ നമ്മൾ എഫേർട്ട്ഫുൾ എൻകോഡിംഗ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ ഈസ് സ്റ്റോറിങ്. നമ്മൾ ഈ എൻകോഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്താൽ മാത്രമാണല്ലോ അടുത്ത വരുന്ന റിട്രീവൽ എന്നുള്ളൊരു കാര്യം നമുക്ക് പറ്റുന്നത്. അപ്പം ഈ ഇൻഫർമേഷനെ നമ്മൾ കുറച്ച് കാലത്തേക്ക് അവിടെ സ്റ്റോർ ആക്കി വെക്കുന്നതിനെ, അതിനെ റിട്ടൻഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്റ്റോറിങ് എന്ന് പറയുന്നത്. The retention of encoded information over time. Once information is encoded, it is stored in various memory systems within the brain. These storage systems include sensory memory, short-term memory and long-term memory. നമ്മൾ ഈ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അത് പല സ്റ്റോറുകളിലായിട്ടാണ്. അതാണ് ഒന്ന് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, അതേപോലെ തന്നെ ലോങ് ടേം മെമ്മറി. ഈ മെമ്മറി നമ്മൾ മെമ്മറി മോഡൽസ് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ മെമ്മറി സ്റ്റോറുകളെ കുറിച്ചിട്ട്. തേർഡ് വൺ ഈസ് റിട്രീവൽ. റിട്രീവൽ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ആക്സസിങ് ആൻഡ് റീകോളിംഗ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി. Retrieval involves searching for and bringing back previously encoded and stored information into conscious awareness. അതായത് നമ്മളിപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്, അത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റണം. അപ്പം അതിനെ ആ ഓർത്തെടുക്കുന്നതിനെ അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്ത സ്ഥലത്ത് നിന്ന് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുന്നത്. മെയിൻലി 2 തരത്തിലുള്ള റിട്രീവൽസ് ഉണ്ട്: റീകോൾ ആൻഡ് റെക്കഗ്നീഷൻ. അപ്പോൾ നമ്മൾ റെക്കോളും റെക്കഗ്നീഷനും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വഴിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണ്, നല്ലൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ്. അപ്പം കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ ഒരാളെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്കെ എനിക്ക് ഈ ആളെ മനസ്സിലായി, അല്ലെങ്കിൽ പണ്ടെപ്പോഴും നിങ്ങൾ പരിചയമുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റെക്കഗ്നീഷൻ എന്നാണ് പറയുന്നത്. അതേസമയം ആ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ കാര്യം കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഓക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് മനസ്സിലായി.
പക്ഷെ ആ ആൾ ചിലപ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിക്കും, ഓക്കെ ആരാണ്, എൻ്റെ പേരെന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് മേ ബി കുറച്ച് കൺഫ്യൂഷൻ വരും. ഓക്കെ, റീകോൾ ചെയ്ത് എടുക്കും നമ്മൾ ആ പേരെന്താണെന്നുള്ളത് ഇങ്ങനെ ബാക്കിലേക്ക് ചിന്തിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റീകോളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ആളെ, ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന അത്ര ഒരു ഈസി അല്ല ഈ റീകോളിംഗ് എന്ന് പറഞ്ഞ കാര്യം. റീകോളിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പം റെക്കഗ്നീഷനെക്കാട്ടിലും കുറച്ചും കൂടെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ് റീകോളിംഗ്. അപ്പം റീകോളിംഗ് ആൻഡ് റെക്കഗ്നീഷൻ ആണ് 2 types ഓഫ് റിട്രീവൽ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് മെമ്മറിനെ കുറിച്ച് പറയാം. ഇതിൽ നമ്മൾ മേജറായിട്ട് 3, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ 3 മോഡൽസ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇത് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലാണ്. അതാണ് ഏകദേശം ഒരു ഫസ്റ്റ് പറയുന്ന ഒരു ലീനിയർ മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഈ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ എന്ന് പറയുന്നത്. ഇതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിന് മൊഡാൽ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. MODAL മോഡൽ എന്നാണ് കേട്ടോ. അതിന് മോഡൽ എന്നും ചിലർ പറയും, പിന്നെ മൊഡാൽ മോഡൽ എന്നും പറയാറുണ്ട്. പിന്നെ ഇതിനെ ലീനിയർ മോഡൽ എന്ന് പറയും. അതേപോലെ തന്നെ മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി എന്നും ഇതിനെ പറയുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്നതിൽ മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ വെച്ചോളൂ. ലീനിയർ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ അത് എഴുതാം. ലീനിയർ മോഡൽ ഓഫ് മെമ്മറി എന്നും അതേപോലെ തന്നെ മൊഡാൽ മോഡൽ ഓഫ് മെമ്മറി എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇത് റിച്ചാർഡ് അറ്റ്കിൻസൺ ആൻഡ് റിച്ചാർഡ് ഷിഫ്രിൻ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് ഇതിനെ പ്രപ്പോസ് ചെയ്തത്. അത് 1968 ഇവരത് പറയുന്നത്. ഇതിൽ ഇവർ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ് ആണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും അതിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ മോഡലിൽ നമ്മൾ പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമുക്ക് ഇവിടെ ഈ സെൻസറി മെമ്മറിയിൽ, അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന പല ഇൻഫർമേഷൻസ്, ഇപ്പം ഒരു സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സൗണ്ട് ആകാം, എന്തും ആയിക്കോട്ടെ, അതെന്ത് സെൻസറി ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മുടെ സെൻസറി മെമ്മറിയിലേക്കാണ് അത് ആദ്യം പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ ധാരാളം കാഴ്ചകൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സെൻസറി മെമ്മറിയിലേക്കാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യത്തെയും നമ്മൾ ഓർത്തിരിക്കുന്നില്ലല്ലോ, എല്ലാ കാര്യത്തിനെയും നമ്മൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓർത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മുമ്പിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റൂമിൽ ചുറ്റും ഇരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ ലെറ്റേഴ്സും നിങ്ങളുടെ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ അതിങ്ങനെ മാറി പോകുന്നുണ്ട്. അപ്പം നമ്മൾ സെൻസറി ഇൻഫർമേഷൻസിനെ നമ്മൾ ആദ്യമേ സെൻസറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. സെൻസറി മെമ്മറിയിൽ നിന്ന് നമ്മൾ ഇതിന് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്താണ് ഇത് അടുത്തൊരു സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഈ വീഡിയോയിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ഇവിടെ ഈ ഒരു ഷോർട്ട് ടേം മെമ്മറിനെ നിങ്ങൾ റിഹേഴ്സ് ചെയ്യുവാണ്. ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നും കൂടെ വായിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും വീഡിയോ ബാക്ക്വേർഡ് അടിച്ച് പോയി ഒന്നും കൂടെ അതിനെ ശ്രദ്ധിക്കുമ്പം അവിടെ ഒരു റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഈ റിഹേഴ്സൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നടക്കുമ്പോഴാണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഈ ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് ഒരുപാട് കാലത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ച ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് പറയുന്നത് ലോങ് ടേം മെമ്മറി എന്നാണ്. അപ്പം മേജറായിട്ട് 3 മെമ്മറി സ്റ്റോറുകളാണ് ഇതിലുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. According to Atkinson-Shiffrin model, memory is divided into 3 main components or stores. The first one is sensory memory. Sensory memory is the initial stage of memory processing. It holds sensory information from our senses such as sight, hearing, taste, touch and smell for a brief duration. Sensory memory allows us to retain a snapshot of a sensory stimuli for a fraction of a second to a few seconds. It is further divided into iconic memory, visual information, and echoic memory, auditory information.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതായത് സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള മെമ്മറി പ്രോസസ്സിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണെന്നും അതിൻ്റെ അകത്ത് കൂടുതലും സെൻസറി ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ കേൾക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ നമ്മൾ സെൻസ് ചെയ്യുന്ന ടച്ചോ ഒരു സ്മെല്ലോ ഒരു കാഴ്ചയോ അങ്ങനെ എന്ത് കാര്യത്തിനെയും നമുക്ക് നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾ അറിയുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ സെൻസറി എന്ന് പറയുന്നത്, സെൻസറി ഇൻഫർമേഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമേ അതിൻ്റെ ഡ്യൂറേഷൻ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഇത്രയും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ 2 തരത്തിലുള്ള സെൻസറി മെമ്മറി ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴാണ് പറയുന്നത്. അതിൽ ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഓർത്തിരിക്കാൻ, ഇപ്പോൾ എക്സാമിന് ഓർത്തിരിക്കാനാണെങ്കിൽ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കണ്ണ്, ഐ നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊരു വിഷ്വൽ ഇൻഫർമേഷനാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനെ നമ്മൾ ഐക്കോണിക് എന്ന് പറയുന്നു. അപ്പം അത് ഐ എന്നുള്ള റിലേറ്റ് ചെയ്ത് നമുക്ക് വിഷ്വൽ ഇൻഫർമേഷൻ എന്ന് അതിനെ പറയാം. അതുപോലെ ഇക്കോയിക് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും, എക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എക്കോ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എക്കോ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത് ഓഡിറ്ററി ഇൻഫർമേഷൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറി, also known as working memory, is a second stage of memory processing. It is responsible for holding and manipulating information temporarily. STM has limited capacity and duration. It can hold a small amount of information for about 15 to 30 seconds, but this duration can be extended through rehearsal or maintenance. Information in STM is consciously processed and can be lost through decay or displacement. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അതിനൊരു മറ്റൊരു പേരാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് മെമ്മറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും ബാഡ്ലി ആൻഡ് ഹിച്ചിൻ്റെ നെക്സ്റ്റ് പറയുന്ന മോഡൽ വർക്കിംഗ് മെമ്മറി മോഡലാണ്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. ഇതിന് നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറിനെ നമ്മളൊരു സെക്കൻഡ് മെമ്മറി പ്രോസസ്സിംഗ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. അപ്പം ഇതിൽ മേജറായിട്ട് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷനെ നമ്മൾ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റിയാണ് ഈ പറയുന്നത് 15 to 30 സെക്കൻഡ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പം ഇതിൻ്റെ കപ്പാസിറ്റി ചോദിക്കുമ്പം സെൻസറി ആണെന്നുണ്ടെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് എന്നുള്ളതും അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നുള്ളതും, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും 15 to 30 സെക്കൻഡ് ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ അവിടെ റീകോൾ ചെയ്യുകയാണ് അല്ലെ റിഹേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ കുറച്ചും കൂടെ നമുക്ക് ലോങ് ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫോൺ നമ്പേഴ്സ് ഒക്കെ പറയുമ്പം അത് റിഹേഴ്സ് ചെയ്ത് പറയുമ്പോഴാണല്ലോ നമുക്ക് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ആകുന്നത്. ഈ ഫോൺ നമ്പറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് അവിടെ, ഷോർട്ട് ടേം മെമ്മറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻഫർമേഷൻസിനെ ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഷ്യസ് ആയിട്ട് നമ്മളതിനെ റിഹേഴ്സൽ ചെയ്യുമ്പോഴാണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങ് ഡീക്കേ ആയി പോവുകയാണ് ചെയ്യുന്നത്, അത് അങ്ങ് നമുക്ക് ലോസ്റ്റ് ആയി പോവും. നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് അത് തേർഡ് സ്റ്റേജ് ആണ്. ലോങ് ടേം മെമ്മറി ഈസ് ദ തേർഡ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ്. ഇറ്റ് ഈസ് ദ പെർമനന്റ് സ്റ്റോറേജ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് എ വാസ്റ്റ് amount of information over an extended period. LTM has virtually unlimited capacity and duration. Information in LTM can be stored for minutes, hours, years, or even a lifetime. It includes explicit declarative memory, which is conscious recall of facts and events, implicit non-declarative memory, which is unconscious recall of skills, habits and procedures. അപ്പം ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഇതിനെ നമ്മളൊരു പെർമനന്റ് സ്റ്റോറേജ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന, എക്സാമിന് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. പെർമനന്റ് സ്റ്റോറേജ് സിസ്റ്റം ആണ് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ധാരാളം, അതിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചറിയാം, നിങ്ങൾ കുഞ്ഞിലേ മുതലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട്. ഈ ഓർത്ത് വെക്കുന്നതൊക്കെ ഈ ലോങ് ടേം മെമ്മറിയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ലോങ് ടേം മെമ്മറിയിൽ ഇപ്പം നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഇതൊരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പിന്നെ അത് അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പല രീതിയിലാണ് നമ്മൾ എത്രത്തോളം അത് ഡെപ്തിൽ
റിഹേഴ്സ് ചെയ്ത് അത് എൻകോഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം വരുന്നത്. നമുക്ക് എത്ര നാളത് ഓർത്തിരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. പല ഫാക്ടേഴ്സ് അതിൽ വരാം. അത് നമ്മൾ ഫൊർഗെറ്റിംഗ് തിയറിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ എത്രത്തോളം അത് റിഹേഴ്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓർത്ത് വെക്കും, കുറച്ച് നാളിലേക്ക് ഓർത്ത് വെക്കും, പിന്നെ മറന്നു പോകും. അപ്പം അത് മിനിറ്റ്സിലാവാം, അല്ലെങ്കിൽ അവേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇയേഴ്സ് ആവാം, കാലങ്ങളോളം നമ്മൾ ഓർത്തിരിക്കുന്നതുണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് ടൈമിലേക്ക് തന്നെ സൂക്ഷിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് മേജറായിട്ട് എക്സ്പ്ലിസിറ്റ് മെമ്മറിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചില കാര്യങ്ങളെ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടില്ല, പക്ഷേ മേജറായിട്ട് നമുക്ക് മെമ്മറി, ലോങ് ടേം മെമ്മറി 3 ആയിട്ട് പറയാൻ പറ്റും. അതിൽ 3 ഒന്ന് സെമാൻറ്റിക് മെമ്മറി, 2 എപ്പിസോഡിക് മെമ്മറി, 3 പറയുന്നത് പ്രൊസീജിയറൽ മെമ്മറിയാണ്. ഈ ആദ്യം പറഞ്ഞ 2 ഉണ്ടല്ലോ, അതായത് എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും, ഇത് രണ്ടും ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള മെമ്മറിയാണ്. കാരണം അവിടെ നമ്മൾ കോൺഷ്യസ്ലി ആണ്, നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഫാക്റ്റുകളെയും കാര്യങ്ങളെയും ഒക്കെ ഓർക്കുന്നത്. ഇപ്പൊ സെമാൻറ്റിക് മെമ്മറി എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ പണ്ട് പഠിച്ചതാണ് ഒരു കാര്യം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം കേരളത്തിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു സെമാൻറ്റിക് ആയിട്ടുള്ള, അതായത് ഫാക്റ്റ് പോലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതിനാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 14 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു സെമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നിങ്ങൾ പണ്ടത്തെ ഒരു ലോങ് ടേം മെമ്മറിയിൽ എവിടെയോ വരുന്നൊരു കാര്യം നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ പറയുകയാണ്, അത് സെമാൻറ്റിക് മെമ്മറിയാണ്. പിന്നെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ പണ്ട് ക്ലാസ് റൂമിൽ ഇരുന്നൊരു കാര്യം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു എപ്പിസോഡ് പോലെ, നമ്മളൊരു കഥ പോലെ ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അവിടെയും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ അതിനെ ഓർക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു റീകോളിംഗ് നടക്കുന്ന, കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന റീകോളിംഗ് ഉള്ള കാര്യങ്ങളെ നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. അപ്പം എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഡിക്ലറേറ്റീവ് മെമ്മറിയാണ് സെമാൻറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്ന ഒരു കാര്യമുണ്ട് പ്രൊസീജറൽ മെമ്മറി. നമ്മൾ പഠിച്ച ഒരു കാര്യം, മേ ബി ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഒരു പ്രൊസീജിയറാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുവാണ്. നമ്മൾ ഇതിങ്ങനെ ഓർത്ത് വെച്ച് അങ്ങനെയല്ലോ. നമ്മൾ ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്. അവിടെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു റീകോൾ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ മെമ്മറി മോഡലിലെ രണ്ടാമത്തെ മോഡലാണ് വർക്കിംഗ് മെമ്മറി മോഡൽ എന്ന് പറയുന്നത്. ദ വർക്കിംഗ് മെമ്മറി മോഡൽ പ്രപ്പോസ്ഡ് ബൈ ബാഡ്ലി ആൻഡ് ഹിച്ച് ഫോക്കസസ് ഓൺ ആക്റ്റീവ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഷോർട്ട് ടേം മെമ്മറി. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഷോർട്ട് ടേം മെമ്മറി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് ദാറ്റ് വർക്ക് ടുഗദർ. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്തത് ബാഡ്ലി ആൻഡ് ഹിച്ച് എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ്. അവർ പറഞ്ഞിരുന്നത് ഷോർട്ട് ടേം മെമ്മറിയിൽ, മുന്നേ പറഞ്ഞ നമ്മുടെ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലിൽ പറയുന്നത് ഒരു ഷോർട്ട് ടേം മെമ്മറിനെ നമ്മളൊരു എന്താ പറയുക, ഒരു യൂണിറ്ററി സ്റ്റോർ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വർക്കിംഗ് മെമ്മറി മോഡലിൽ പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു യൂണിറ്ററി സ്റ്റോർ മാത്രമല്ല, അവിടെ അതിനേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇതിനകത്ത് മേജറായിട്ട് 4 കാര്യങ്ങളാണ് വരുന്നത്: സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഫോണോളജിക്കൽ ലൂപ്പ്, എപ്പിസോഡിക് ബഫർ ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഇതിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു ബോസിനെ പോലെ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ മേലിൽ കണ്ട ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഒരു ബോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളും, അതേപോലെ താഴെ കാണുന്ന ഈ 3 അതായത് ഫോണോളജിക്കൽ ലൂപ്പ്, എപ്പിസോഡിക് ബഫർ ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നതിന് നമ്മൾ സ്ലേവ് സിസ്റ്റം ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് പറയുന്ന കമാൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മേജറായിട്ട് അതെങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്ന ആൾക്കാരാണ് താഴെയുള്ള ആൾക്കാർ. അപ്പം സെൻട്രൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോസിനെ പോലെ ആക്ട് ചെയ്യാണ്. അവരാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തിലോട്ടൊക്കെ അറ്റൻഷൻ കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഇത് ചെയ്യുന്നത്. അതേപോലെ സെൻട്രൽ എക്സിക്യൂട്ടീവിനെ നമ്മളൊരു മെമ്മറി സ്റ്റോർ ആയിട്ടല്ല പറയുന്നത്, കൂടുതലും ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾസ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്, അലോക്കേറ്റിംഗ് അറ്റൻഷൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് മാനേജിംഗ് ഇൻഫർമേഷൻ. Badly suggests that central executive acts more like a system rather than a memory store.
പിന്നെ വരുന്നത് ഫൊണോളജിക്കൽ ലൂപ്പാണ്. ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫൊണോളജിക്കൽ സ്റ്റോറും വരുന്നുണ്ട്, അതേപോലെ തന്നെ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇതിൽ ഫൊണോളജിക്കൽ സ്റ്റോറിനെ നമ്മളൊരു ഇന്നർ ഇയർ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നർ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളോട് ഒരാളുടെ ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തൊന്ന് കേട്ടിട്ട് ഓക്കെ അയാൾ പറയണം 1 2 3 4 5, അപ്പം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഫ്യൂ സെക്കൻഡിലേക്ക് നമ്മൾ ഓർക്കല്ലോ ഓക്കെ 1 2 3 4 5 അങ്ങനെ പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫൊണോളജിക്കൽ സ്റ്റോർ, ഒരു ഇന്നർ ഇയർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഇന്നർ വോയിസ് എന്നാണ്. ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മൾ മനസ്സിൽ പറയുന്നതിന് മുന്നേ നമ്മളുടെ മനസ്സിലൊരു ആൻസർ വരുമല്ലോ. ഇപ്പം ഇന്ന് രാവിലെ നിങ്ങൾ എന്താ കഴിച്ചേ എന്ന് ചോദിക്കുമ്പം നമ്മളുടെ മനസ്സിൽ ഫസ്റ്റ് ഒരു ഉത്തരം വരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. ഫൊണോളജിക്കൽ ലൂപ്പ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെമ്പററി സ്റ്റോറേജ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ. It includes a phonological store, that is inner ear, and the articulatory rehearsal process, that is inner voice. നെക്സ്റ്റ് പറയുന്നത് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്നാണ്. വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിനെ നമ്മൾ ഇന്നർ ഇയർ എന്നും പറയും. അതായത് നമുക്കിപ്പം നമ്മളുടെ പൊസിഷനും നമ്മളുടെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പല ഒബ്ജക്റ്റുകളുടെ പൊസിഷനെ കുറിച്ചിട്ടും ഉണ്ടാകുന്ന ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയയെ കുറിച്ചിട്ടാണ് ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് തരുന്നത് നമുക്ക്. അത് നമുക്ക് കൂടുതലും മുന്നോട്ട് പോകാൻ, അതായത് നാവിഗേഷൻ പേർപ്പസിനൊക്കെ ആവശ്യമുള്ളത് ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡാണ്. The visual spatial sketchpad processes and stores visual and spatial information. It allows mental visualization and manipulation of images. It is mainly used for navigation. ഇനി വരുന്നത് എപ്പിസോഡിക് ബഫർ ആണ്. ഈ എപ്പിസോഡിക് ബഫർ നമ്മൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ ഈ സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന ഈ ഫൊണോളജിക്കൽ ലൂപ്പിൻ്റെയും ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ കാര്യവും പറയുന്നത്. അതായത് ഇത് നമ്മളുടെ ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. അത് ഈ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാനൊക്കെ സഹായിക്കുന്നത് എപ്പിസോഡിക് ബഫറാണ്. ഇപ്പം ഈ നമുക്ക് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്ന് ആയിക്കോട്ടെ, ഫോണോളജിക്കൽ ലൂപ്പിൽ നിന്ന് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സ്പേസ് ആണ്. അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻസിനെ എല്ലാം കൂടെ കളക്റ്റീവ്ലി ഒരുമിച്ച് നിന്ന് അവിടെ നിന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പിസോഡിക് ബഫർ. എപ്പിസോഡിക് ബഫർ is a temporary storage component that integrates information from different sources, linking it to the individual's personal experience and long-term memory. ഇത്രയാണ് നമുക്ക് വർക്കിംഗ് മെമ്മറി മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡലാണ്. ഈ മോഡൽ പ്രപ്പോസ് ചെയ്തത് ക്രീക്ക് ആൻഡ് ലോക്ക്ഹാർട്ട് ആണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ ഒരു മോഡൽ പോലെയല്ല. അതിൻ്റെ അകത്ത് നമ്മളൊരു പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി സ്റ്റോറുകൾ ഉണ്ടെന്നും ഓരോ സ്റ്റോറുകൾ ബേസ് ചെയ്തിട്ടും അതിൽ നിന്ന് മെമ്മറി പാസ് ചെയ്തെന്നും അങ്ങനെ ഒരു ഫോമുലയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ക്രീക്ക് ആൻഡ് ലോക്ക്ഹാർട്ട് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ എത്ര ഡെപ്തിലാണ് കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നത്, എത്രയ്ക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എൻകോഡിംഗ് ആണ് നമ്മൾ അവിടെ നടത്തുന്നത് എന്നുള്ളൊരു ബേസിസിലാണ് ഇവർ പറയുന്നത്. അതിൽ മെയിനായിട്ട് 2 തരം പ്രോസസ്സിങ്ങും അവർ പറയുന്നുണ്ട്, ഷാലോ പ്രോസസ്സിംഗ് ആൻഡ് ഡീപ്പ് പ്രോസസ്സിംഗ്. The levels of processing model proposed by Crick and Lockhart emphasizes the depth of processing as a critical factor in memory formation. It suggests that memory depends on the depth of processing and meaningfulness of the encoded information. 2 തരത്തിലുള്ള പ്രോസസ്സിംഗ് ഉണ്ട്, ഷാലോ പ്രോസസ്സിംഗ് ആൻഡ് ഡീപ്പ് പ്രോസസ്സിംഗ്. ഷാലോ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻകോഡ് ചെയ്യുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. അത് മെയിൻലി ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസസിൻ്റെ ബേസിസിലായിരിക്കും. ഈ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ കളറാവാം, അതിൻ്റെ ഷേപ്പ് ആവാം, അതിൻ്റെ ടെക്സ്ചർ ആവാം, അതിൻ്റെ അപ്പിയറൻസ് ഒക്കെ മൊത്തത്തിൽ പറയുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എൻകോഡ് ചെയ്യുന്നത്. അങ്ങനെ എൻകോഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻസിനെ ഒരുപാട് ഡീപ്പായിട്ട് എൻകോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മെമ്മറി ട്രേസസ് വീക്കറും ആയിരിക്കും. അപ്പം ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടെ കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ഇൻഫർമേഷൻസിനെ എൻകോഡ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ മീനിങ് കൊടുക്കുന്നുണ്ട്, അവിടെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന മെമ്മറി ട്രേസസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആയിരിക്കും, അതുപോലെ തന്നെ മോർ ഡ്യൂറബിളും ആയിരിക്കും. The level of
processing model proposed by Crick and Lockhart emphasizes the depth of processing as a critical factor in memory formation. It suggests that memory depends on the depth of processing and meaningfulness of the encoded information. Shallow processing and deep processing. Shallow processing involves a superficial analysis of sensory features such as the physical characteristics of a stimuli, example appearance or sound, and this leads to the relatively weaker memory traces. Deep processing involves encoding information based on its meaning and semantic association. It requires elaboration, making connection to existing knowledge and thinking about the information in a meaningful way. This leads to stronger and more durable memory traces. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ മതി. നമ്മൾ മേജറായിട്ട് 3 മെമ്മറി എന്താണെന്നും അതുപോലെ 3 മെമ്മറി മോഡൽസിനെ കുറിച്ചിട്ടും പറഞ്ഞു. അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, അതുപോലെ വർക്കിംഗ് മെമ്മറി മോഡൽ, പിന്നെ ലെവൽസ് ഓഫ് പ്രോസസ്സിങ്. ഇനി ബാക്കി വരുന്ന മെമ്മറി മോഡൽസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.